ഇപ്പൊ നമ്മൾ രജിസ്ട്രേഷൻ എടുക്കുന്നതിനെ പറ്റി സംസാരിച്ചു. എന്തൊക്കെ ടൈപ്പ് രജിസ്ട്രേഷനാണ് വരുന്നത്? ഇപ്പോൾ ഒരു സിംഗിൾ രജിസ്ട്രേഷൻ ആണോ ഇൻകം ടാക്സ് ആക്ട് പ്രകാരം വരുന്നത്? നമ്മൾ ഇൻകം ടാക്സ് ആക്ട് പ്രകാരം നമ്മൾ രജിസ്ട്രേഷൻ എടുക്കുമ്പോഴേ ട്രസ്റ്റിന് എക്സംഷൻ രജിസ്ട്രേഷൻ എടുക്കുമ്പോൾ 2 ടൈപ്പ് രജിസ്ട്രേഷനുകളാവുന്നത്. ഒന്നെന്ന് പറയുന്നത് സെക്ഷൻ 12AB പ്രകാരം, സെക്ഷൻ 12 പ്രകാരമുള്ള രജിസ്ട്രേഷൻ. അതെന്ന് പറയുന്നത് ഈ ട്രസ്റ്റിന് എക്സംഷൻ കിട്ടാനുള്ള രജിസ്ട്രേഷനാണ് സെക്ഷൻ 12 പ്രകാരമുള്ള രജിസ്ട്രേഷൻ എന്ന് പറയുന്നത്. ഇനി വേറൊരു രജിസ്ട്രേഷൻ എന്ന് പറയുന്നത് സെക്ഷൻ 80G പ്രകാരം ഉള്ള രജിസ്ട്രേഷനാണ്. 80G എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ ട്രസ്റ്റിന് വേറെ ആരെങ്കിലുമൊക്കെ ഫണ്ട് കൊടുക്കുമല്ലോ. പക്ഷേ ഇപ്പോൾ ഒരാളുടെ കയ്യിൽ കുറച്ച് പൈസ ഉണ്ട്, ഇയാൾ ഒരു 50 ലക്ഷം രൂപ ട്രസ്റ്റിന് കൊടുക്കുകയാണ്. അപ്പോൾ ട്രസ്റ്റിന് കൊടുക്കുമ്പോൾ ഇദ്ദേഹത്തിന് ഒരു എക്സംഷൻ കിട്ടണമെന്നായിരിക്കും. ഇദ്ദേഹത്തിന് ഇൻകം ടാക്സ് ആക്ട് പ്രകാരം ഒരു എക്സംഷൻ കിട്ടണമെങ്കിൽ ഈ ട്രസ്റ്റിന് 80G രജിസ്ട്രേഷൻ വേണം. എന്നാലാണ് ഈ പൈസ കൊടുത്ത ആൾക്ക് എന്ത് കിട്ടുള്ളൂ, എക്സംഷൻ കിട്ടുള്ളൂ. മറ്റേന്ന് പറയുന്നത് 12AB രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞാൽ ട്രസ്റ്റിന്റെ വരുമാനം ഉണ്ടല്ലോ, അതായത് ട്രസ്റ്റിന്റെ വരുമാനത്തിനുള്ള എക്സംഷനാണ് ഈ 12AB രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇത് രണ്ടും സെപ്പറേറ്റ് രജിസ്ട്രേഷനാണ്. പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ കാലത്ത് എനിക്ക് തോന്നുന്നു 80Gക്കൊന്നും അങ്ങനെ വലിയ റെലവൻസ് ഒന്നും ഉണ്ടാവാനായിട്ട് സാധ്യതയില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ന്യൂ ടാക്സ് റെജീമൊക്കെ വന്നതിന് ശേഷം ആരും അങ്ങനെ ഈ ഡിഡക്ഷൻ്റെ റൂട്ടൊന്നും പോകുന്നില്ലല്ലോ. അപ്പോൾ പിന്നെ 80G, എന്നാലും 80G ഇപ്പോഴും സെക്ഷനൊക്കെ ഉണ്ട്. സെക്ഷൻ നമുക്ക് രജിസ്ട്രേഷൻ എടുക്കണമെന്നുണ്ടെങ്കിൽ എടുക്കാം. എന്നാലും മെയിൻലി ട്രസ്റ്റിന് എക്സംഷൻ കിട്ടാനുള്ള രജിസ്ട്രേഷൻ എന്ന് പറയുന്നത് 12AB രജിസ്ട്രേഷനാണ്.